Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Assalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. പ്രേം നിറഞ്ഞ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് പരമാവധി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്. ഏറെ മഹത്വം നിറഞ്ഞ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നാം എത്രത്തോളം പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, എത്രത്തോളം വിവാദത്തിൽ വ്യാപൃതരായിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ഇങ്ങനെ ചെയ്യുന്ന വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഇബാദത്താണ് ദുആ എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ആയുധമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. കാരണം പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ഏതൊരു പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു പ്രാർത്ഥന നമുക്ക് തരുന്ന ഒരുപാട് പ്രാർത്ഥിച്ചത് വഴി ആ ഒരു പ്രയാസങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിത്തരികയാണ്. അത്തരത്തിലുള്ള ഒരു വിശ്വാസി ഏറ്റവും അവൻ്റെ ജീവിതത്തിൽ വേണ്ട ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അടിമ അവനോട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രകാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഇവിടെ പറയുന്നത് കാണാം, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ഇബാദത്താണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, പ്രവാചകൻ പറയാണ്, ഫഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വല്ലവൻ എന്നോട് പ്രാർത്ഥിക്കുന്നെന്ന് അഹങ്കാരം കാണിച്ച് മുന്നോട്ട് നടക്കുന്ന പക്ഷം അവനെ നിന്ദനായി നരകത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത്, ആ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിക്ക് നാളെ നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും, പ്രാർത്ഥന എന്നുള്ളത് ലൈസ ശൈഉൻ അക്രമ ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥനയേക്കാൾ മറ്റൊരു ആദരവേറിയ ഒരു പ്രവർത്തനം മറ്റൊന്നില്ല എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രാർത്ഥിക്കാത്ത വ്യക്തികളെ കുറിച്ച് ഒരു ഹദീസിൽ അത്തരം വ്യക്തികളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മല്ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ മേൽ അല്ലാഹു കോപിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനയുടെ പ്രാധാന്യതയെ അറിയിക്കുന്ന, എന്നാൽ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തി, ആ വ്യക്തിക്കുള്ള പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഈ റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, ഈ റമദാനിലാവട്ടെ മറ്റേത് വേളകളിലാകട്ടെ, പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലാവുന്ന ഒരു കാര്യമാണ് ആ പ്രാർത്ഥനയുടെ മര്യാദകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ മര്യാദകളൊക്കെ അടങ്ങിക്കൊണ്ട് ആ പ്രാർത്ഥന എത്രത്തോളം ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പക്ഷം നമുക്ക് അവിടെ ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ പ്രാർത്ഥനയുടെ മര്യാദകളായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മര്യാദ എന്നുള്ളത് അൽ ഇഖ്ലാസു ലില്ലാഹി തആല, അള്ളാഹുവിനുള്ള നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയും കാണണമെന്ന ചിന്തയിലോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഒരു വജീഹിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് അള്ളാഹു എൻ്റെ പ്രയാസങ്ങളും മറ്റു എൻ്റെ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന രീതിയിൽ വളരെ ഇഖ്ലാസോട് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമതായിട്ടുള്ളൊരു മര്യാദ പറയുമ്പോൾ, പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങുകയും പ്രാർത്ഥന അത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് കൊണ്ട് തന്നെ അവസാനിപ്പിക്കണമെന്നും പ്രാർത്ഥനയുടെ ഒരു മര്യാദയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ സ്വലാത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ചെല്ലാം, അല്ലെങ്കിൽ ചുരുങ്ങിയ രൂപമായിട്ട് അല്ലാഹു സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് എന്നിങ്ങനെയുള്ള സ്വലാത്ത് നമുക്ക് ചെല്ലാവുന്നതാണ്. മൂന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അൽ ജസ്മു ഫി ദുആഇ വൽ യഖീൻ ബിൽ ഇജാബ, പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഉറപ്പോടുകൂടി നമ്മൾ ചോദിക്കുക, റബ്ബേ നീ എനിക്കത് നൽകണമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി, എനിക്കത് എൻ്റെ റബ്ബ് നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ. നാലാമത്തെ ഒരു കാര്യം എന്നുള്ളത് ധൃതിയില്ലാതെ വളരെ സാവകാശം ദുആ ചെയ്യുക എന്നുള്ളത്. പല ആളുകളും നമസ്കാരം കഴിഞ്ഞാവട്ടെ മറ്റു വേളകളിൽ ധൃതിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ചോദിച്ച് പെട്ടെന്ന് കിട്ടണം, എന്നാൽ പെട്ടെന്ന് തന്നെ ചോദിച്ച് അത് പെട്ടെന്ന് കിട്ടണം എന്ന രീതിയിൽ പല ആളുകളും ചോദിക്കുന്നത് കാണും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സാവകാശത്തോടു കൂടിയാണ് നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അഞ്ചാമത്തെ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ മനസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥന കേവലം വായു കൊണ്ട് മാത്രമാക്കാതെ അത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കേറെ ഉത്തരം കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആറാമതൊരു കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തുക എന്നുള്ളതാണ്. ഇത്തരം കൈ ഉയർത്തുന്ന വഴി നമ്മളുടെ ഒരു നിസ്സാരതയും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ അടിമ അവനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഏറെ ഇഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ കൈ ഉയർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഏഴാമതൊരു കാര്യം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന വേളയിൽ ഓരോ സ്ഥലത്ത് ചാരി ഇരുന്നുകൊണ്ട് കിബിലക്കല്ലാത്ത ഒരു ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല, മറിച്ച് കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണവിശേഷങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനേറെ ഉത്തരം ലഭിക്കുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ, നമ്മുടെ പാപം പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, അള്ളാഹു എനിക്ക് ഗഫാറാണ് റബ്ബെ, എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് അള്ളാഹുവിൻ്റെ ഒരു അസ്മാ സിഫാത്ത് വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് ഏറെ ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ വെച്ച് അള്ളാഹുവിലേക്ക് ചോദിക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുക്കുന്നു, നമ്മൾ മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വെച്ച് ചോദിക്കാം. റബ്ബേ, ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ റമദാൻ റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, റബ്ബേ ഞാൻ നിനക്ക് വേണ്ടി ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് തേടാവുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് അദബുകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സമയത്ത് മറ്റൊന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മര്യാദകളൊക്കെ നമ്മൾ പാലിച്ച് നമ്മൾ ചിലപ്പോൾ ദുആ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളും കൂടി നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഈ ഒരു മര്യാദകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത ഏറെ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ഇതേ വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ചെയ്താലും അവിടെ തടസ്സങ്ങളായിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുണ്ടാവും. ചിലപ്പോൾ തടസ്സങ്ങളായുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമത്തത് അക്ലുൽ ഹറാം, ഹറാമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അഥവാ ഹറാം കഴിക്കുക, ഹറാമിലൂടെ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പല ആളുകളെയും സാമ്പത്തിക വിഷയത്തിലോട്ടെ മറ്റു വിഷയത്തിൽ ഹറാമുകളുമായി സാമ്പത്തിക ഇടപാടിലൊക്കെ ഹറാമുകൾ വരുന്നതായി നമുക്ക് കാണാം. ഇത്തരം ഹറാമുകൾ ഇങ്ങനെ വരുന്ന പക്ഷം അയാളുടെ പ്രാർത്ഥന അത് സ്വീകരിക്കുകയില്ല. നാളെ നമ്മുടെ ഇബാദത്തുകളൊന്നും സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി അത്തരം ഹറാമുകളിലൂടെ നമ്മുടെ ജീവിതം കൊണ്ട് നടക്കുമ്പോൾ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ദുആ ചെയ്യുമ്പോൾ പ്രാർത്ഥന അത് ഉറച്ച ഇതോടുകൂടി ചോദിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തു തരണം ചോദിക്കുമ്പോൾ അല്ലാഹ് നീ ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് പുറത്തു താ, അല്ലാഹ് നീ എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്നത് താ എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ചോദിക്കേണ്ടത്. മറിച്ച് റബ്ബേ നീ ഇന്ന കാര്യം നീ എനിക്ക് നൽകണമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ചോദിക്കുമ്പോഴേ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് ഒരു മോശമായ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്, മറിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് എതിരായിക്കൊണ്ടും അത്തരത്തിലുള്ള മോശം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനം നമ്മൾ ഉപേക്ഷിക്കുന്ന പക്ഷം നമുക്കവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. ഒരു ഹറാമ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദിവസം നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്ന ആളാണ്, ഒരുപാട് ഹറാം ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഓനോൻ്റെ കബറിൽ കിടന്നോട്ടെ എന്ന രീതിയിലല്ല, മറിച്ച് ഓനത് ഞാൻ പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് വട്ടം പറഞ്ഞതാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയാണ്. അതാണ് വിശ്വാസികളുടെ വിശേഷണമായി എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞതാണ് നന്മ കൽപ്പിക്കുകയും അവർ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു നന്മ കാണുമ്പോൾ അല്ല ഒരു തിന്മ കാണുമ്പോൾ അതിനെ വിരോധിക്കുവാനും നന്മ അവിടെ കൽപ്പിക്കാനും നാം കൽപ്പിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് അവിടെ ഉത്തരം ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ചിലപ്പോൾ ഉത്തരം കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടില്ല. നാളെ പരലോകത്തേക്ക് അല്ലാഹു അത് മാറ്റിവെക്കും, അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷമായിരിക്കാം നമുക്കതിന് ഉത്തരം ലഭിക്കുക. അപ്പോൾ അങ്ങനെ ഉത്തരം ലഭിക്കാതാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു നിരാശ, റബ്ബേ നീ എനിക്ക് നൽകിയില്ല, ഞാൻ എന്നോട് എത്രയോ ഞാൻ ചോദിച്ചു, പക്ഷേ റബ്ബേ നീ എനിക്ക് നൽകിയില്ല എന്നൊരു നിരാശ നമ്മളിൽ ഉണ്ടാകുകയും അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുകയും ഉറപ്പില്ലാത്ത രീതിയിൽ ഒരു വേണ്ടാത്ത മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയ്ക്ക് തടസ്സമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരാം. മറ്റൊരു കാര്യം എന്നുള്ളത്, മിതമായ ഒച്ചത്തിൽ അഥവാ ഒരുപാട് ഒച്ച കൂട്ടാതെ ഒരു മിതമായ ശബ്ദത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. മറിച്ച് നമ്മൾ ഒരുപാട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹി നമ്മൾ മാത്രം കേട്ടാൽ മതി, ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കേൾപ്പിക്കാനല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രാർത്ഥനകൾക്ക് ഒരുപാട് മര്യാദകളും അതിന് ഒരുപാട് തടസ്സങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ധാരാളം സമയങ്ങളുണ്ട്. റമദാൻ നമുക്കറിയാം, ഒരു നോമ്പുകാരൻ എന്നുള്ളത്, ആ നോമ്പുകാരൻ അവന് ഏറെ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. നോമ്പുകാരനായിരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ആ നോമ്പുകാരനായിരിക്കും വളരെ ഉത്തരം കിട്ടാൻ അവിടെ സാധ്യതയുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ദുആ ചെയ്യുവാനും മറ്റു സുജൂദികളിൽ മറ്റു പല വേളകളിൽ നമ്മൾ ഉത്തരം ലഭിക്കുന്ന വേളകളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഖുർആനിലും ഹദീസിലും വന്നതായിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച് നമുക്ക് പഠിപ്പിക്കുന്ന ധാരാളം പ്രാർത്ഥനകൾ, ആ ഒരു പ്രാർത്ഥനകളുടെ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആ ഒരു പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
അതായിരിക്കും കൂടുതൽ നന്നാവുക എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, മര്യാദകളും അതുപോലെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അതെല്ലാം പാലിച്ച് വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും ഒരു ഉത്തരം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.